ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് വേണം, അതല്ലെങ്കിൽ മറ്റ് പച്ചക്കറികളൊക്കെ നമുക്കിതിന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് അത്രയും മതി കേട്ടോ. ഒരു ക്യാരറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവോളയാണ് കേട്ടോ. അപ്പോൾ അത് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഒരു 3 സവോള, ഞാൻ ചെറിയതായത് കാരണം ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. ഒരു 3 സവോള നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്ത് വെക്കുക. അതല്ലെങ്കിൽ നന്നായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചാലും മതി. ഞാനിപ്പോൾ അത് ചോപ്പറിൽ ഇട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിലേക്ക് നമുക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 സവാള ഞാൻ ഈ ഒരു ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും. ഇത് രണ്ടും കൂടെ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കാബേജൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 2 മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് നന്നാക്കി മിക്സാക്കി ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സോസ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു 1/2 പോർഷൻ ലെമണാണ്. ലെമണ് കുരുവൊന്നൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 പോർഷൻ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ 2 വറ്റൽമുളക് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറ്റൽമുളകും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി അത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അത്രയും ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള അത്രയും ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആദ്യം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ നമുക്കിതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ സൺഫ്ലവർ കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള മയണൈസിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു പോലെ ഒരു തിക്കായിട്ടുള്ള ഒരു സോസ് കിട്ടും. ആ ഒരു സോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് ചെയ്തിട്ടുള്ള സവോളയും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലേ, അതിലേക്ക് ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്ര സവോളയും ക്യാരറ്റൊക്കെ എത്ര എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഒരൊറ്റ മുട്ട മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലാ വശത്തും ആവുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ സോസൊക്കെ ഇതിൽ എല്ലാ വശത്തും ആവുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും വെജിറ്റബിൾസ് കൂടുതൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും കോളിഫ്ലവറൊക്കെ ആണെങ്കിലും ഒക്കെ ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ബ്രെഡ് ക്രംസിൻ്റെ ഒരു അളവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഷേപ്പാക്കി എടുക്കാൻ എത്ര നമുക്ക് ആവശ്യമുണ്ടോ അത്രയും ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജ് ആണെങ്കിൽ ക്യാബേജ്, അതല്ലെങ്കിൽ സവോള മാത്രമാണെങ്കിൽ അത്, ആ ഒരു വെജിറ്റബിൾസൊക്കെ മാത്രം നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രെഡ് ക്രംസ് ചേർത്തിട്ടാണ് നമ്മളിത് ഷേപ്പാക്കി എടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ബ്രെഡ് ക്രംസ് ചേർക്കണോ അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്ന അത്രയും ചേർത്ത് ഒന്ന് ഉരുട്ടി നോക്കിയിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടി കോട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ നന്നായിട്ട് ഉരുട്ടിയോ അതെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പിലോ അതല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഓയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. നമ്മുടെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കതെടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റെല്ലാതും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയത് കാരണം തന്നെ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.